ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയപ്പമാണ്. നമ്മളിവിടെയൊക്കെ ഇലയപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾക്കിന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വെറുതെ ഇരുന്നപ്പോൾ ഇലയപ്പം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ മാവ് നനച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ തുരുവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇലയപ്പം പരത്തിയെടുക്കാം. നമുക്ക് ഇലയപ്പം പരത്തി എടുക്കാം. അപ്പോൾ നമ്മൾ ഇലയപ്പം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് കഴുകി ഉണക്കി പൊടിപ്പിച്ച മാവാണ്. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടിപ്പിക്കുന്ന മാവ് നല്ല മയം കിട്ടും. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമ്മൾ ഈ ഗോതമ്പ് പൊടിച്ചെടുക്കുന്ന മാവിനാണ് നമുക്ക് നല്ല മയം കിട്ടുന്നത്. അപ്പോൾ നമ്മളെ കിങ്ങിണിക്ക് ഭയങ്കര തണുപ്പ്, അതുകൊണ്ട് എപ്പോഴും മോളുടെ പുറത്താണ് കയറിയിരിക്കുന്നത്. കിങ്ങിണിക്ക് മഴ പെയ്താൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ എപ്പോഴും മോളെടുത്ത് വെച്ചുകൊണ്ട് നടക്കണം. ഇപ്പം നമുക്ക് തേങ്ങയിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര ഇട്ടാൽ എൻ്റെ മോൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പഞ്ചസാര ഇടുന്നത്. അവന് പഞ്ചസാര ഇട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ പഞ്ചസാര ഇട്ടാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മധുരം ഉണ്ടാകുന്ന നോക്കാം. മധുരം കുറവാണ്, നമുക്ക് 2 ഇരട്ടി പഞ്ചസാരയും കൂടി ഇടാം. ഒരു കരണ്ടിയും കൂടെ ഇടാം. ഇലയപ്പത്തിന് മധുരം ഒത്തിരി കൂടി നിന്നാലേ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇലയപ്പത്തിലോട്ട് മധുരം വയ്ക്കാം. നമ്മൾ ഇലയപ്പം എല്ലാം പരത്തി നമ്മൾ ഇലയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറക്കി അടുക്കി വയ്ക്കാം. നമ്മുടെ ഇലയപ്പം എല്ലാം നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രം അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളെ ഇലയപ്പം വെന്താന്ന് നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ ഇലയപ്പം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കട്ടൻ ചായ ഇട്ടെടുക്കാം. അപ്പം നമ്മുടെ കട്ടൻ ചായ നമ്മളെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട് കട്ടൻ ചായയും നല്ല ചൂട് ഇലയപ്പവും കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ തന്നെ. കട്ടൻ ചായയും ഇലയപ്പവും കൂടി കൂട്ടി തിന്നെ സൂപ്പർ.